ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 3 മുതൽ ഹല്ലേലൂയ അതിന്റെ 8 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ചാണ്. ശുക്രൻ വായിച്ചാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളൂ. ഇതാ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശീല. ഹല്ലേലൂയ. നല്ല വാഹനവും നല്ല വീടും ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്കും എനിക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ അതിനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അയ്യോ നമ്മൾ അരിഷ്ട മനുഷ്യരാണ്, ഇന്നീ കാണുന്നതെല്ലാം മാറ്റപ്പെടും. എന്റെ നാഥൻ വാനമേഘങ്ങളിൽ വെളിപ്പെടും. നിങ്ങൾ പേരോട് ചൊല്ലി വിളിക്കുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. അന്ന് അപ്പ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടാൻ ഇടവരുന്നതേ. ഒരുക്കത്തോടായിരിക്കുക, ഒരുക്കത്തോടായിരിക്കുക, ഒരുക്കത്തോടായിരിക്കുക. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ആയിരിക്കുക. ഹല്ലേലൂയ. ശ്രേഷ്ഠനായവൻ, ശ്രേഷ്ഠനായ മഹാപുരോഹിതൻ എനിക്ക് വേണ്ടി വെളിപ്പെടും. എന്തിനാണെന്നറിയാമോ? അവനൊരുക്കിയ വാസസ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകേണ്ടതിന്. ബാക്കി വായിച്ചാൽ ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. യേശു പറയാ, ശിശുമാരോട് പറയാ, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പം ആ കൂട്ടത്തിൽ ഒരു ശിഷ്യൻ ചോദിക്കാൻ ചോദ്യം കേട്ടോ. വായിച്ചാട്ടെ. തോമസ് അവനോട്, കർത്താവേ നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുന്നത്? കർത്താവുള്ള കോൺഫിഡൻസോടാ ശിഷ്യന്മാരെ നോക്കി പറയുന്നത്, ഞാൻ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്കറിയാം. തോമസ് പിടിക്കല ചാടി ഇടിച്ചു പറയും, കർത്താവേ എങ്ങോട്ടാ പോകുന്നതെന്ന് ഞങ്ങൾ ആരും അറിയുന്നില്ല, പിന്നെ എങ്ങനെ ഈ വഴി അറിയുന്നത്? ഈ ഭൂമണ്ഡലത്തിൽ എവിടെയോ നടന്നു പോകുന്ന കാര്യത്തെ ചൊല്ലി, അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ കയറി പോകുന്ന കാര്യത്തെ ചൊല്ലിയ തോമസിന്റെ ചിന്ത. കർത്താവ് പറയുന്ന മണ്ഡലം വേറെയാണെന്ന് തോമസിനും ശിഷ്യന്മാർക്കും പിടികിട്ടുന്നില്ല. ബാക്കി വായിച്ചാൽ യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ കേട്ടോ. ഈ മോശ മുഖാന്തരമോ ഏലിയ മുഖാന്തരമോ ദാനിയേൽ മുഖാന്തരമോ സ്തോത്രം പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാർ മുഖാന്തരമല്ല നിനക്ക് പിതാവായ ദൈവത്തെ അറിയാൻ കഴിയുന്നത്. യേശു മുഖാന്തരം. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും മുഖാന്തരവും പിതാവിനെ നിങ്ങൾക്ക് അറിയത്തില്ല. കാരണം പിതാവിനെ വെളിപ്പെടുത്തുവാൻ യോഗ്യതയുള്ള ഒരുവൻ മാത്രം. പിതാവിനെ കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. അത്രത്തോളം ഇൻഡപ്ത് റിലേഷൻഷിപ്പാണ് ആരൊക്കെ തമ്മിൽ? പിതാവും പുത്രനും തമ്മിൽ. വായിച്ചാട്ട്, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ നിങ്ങൾ പിതാവിനെ, നിങ്ങൾക്ക് ഇപ്പോൾ പിതാവിനെ അറിയാൻ എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്നെ അറിഞ്ഞിട്ടില്ല. എന്നെ അറിഞ്ഞാൽ യേശു പറയുകയാണ്, എന്നെ അറിഞ്ഞാൽ നിങ്ങൾ പിതാവിനെ അറിയുമായിരുന്നു. ഇന്ന് മുതൽ അടുത്ത കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്ന വഴിയാ നിങ്ങൾക്കറിയാം. തോമസ് എന്ന് പറഞ്ഞു, ഞങ്ങൾക്കറിയാൻ വയ്യ. അടുത്ത കർത്താവ് കേട്ടോടെ, ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു. അടുത്ത മറുപടി ശിശുമാർ മറുപടി കേട്ടോടെ വായിച്ചോട്ടെ. ഫിലിപ്പോസ് അവനോട്, കർത്താവേ ഈ പിതാവിനെ കാണിച്ചു തരണേ. കർത്താവ് എന്താ പറഞ്ഞേ? ഇന്നു മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ഈ പിതാവ് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഫിലിപ്പോസ് എന്നുവെച്ചെന്ന് പറയാം, എന്താ പറയുന്നത്? കർത്താവേ ഈ പിതാവിനെ ഒന്ന് കാണിച്ചു തരാം പ്ലീസ്, ഞാൻ കാല വീഴാം. കർത്താവിന്റെ ആ കോൺഫിഡൻസ് നോക്കിക്കോളെ. തന്റെ ശിഷ്യന്മാരെ ആദ്യം പറഞ്ഞു, വഴി നിങ്ങൾക്ക് അറിയാം. തോമസ് വിളിച്ചെന്ന് പറയുക, കർത്താവ് നീ എങ്ങോട്ടാ പോകുന്നത് പോലും ഞങ്ങൾ അറിയുന്നില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾ പിതാവിനെ മനസ്സിലാക്കിയിരിക്കുന്നു. ഫിലിപ്പോസ് പറയാം, പ്ലീസ് പിതാവിനെ ഒന്ന് കാണിച്ചു തരാമോ? എന്റെ ഭാഷ പറഞ്ഞ തലേ കൈ വെച്ചു മണ്ടന്മാരെ. ഞാൻ തെരഞ്ഞെടുത്തതെല്ലാം വെറും മണ്ടന്മാരെയാണല്ലോ അല്ലേ? കർത്താവിനോട് പറയാമായിരുന്നു. ശരിയാ, മണ്ടന്മാരെ കൊണ്ട് ചിലത് ചെയ്യിക്കാൻ കർത്താവ് അവരെ ശക്തീകരിക്കുകയാണ്, അവരെ പറഞ്ഞ ബോധ്യങ്ങൾ നൽകുകയാണ്. ഓക്കെ, എത്രാമത്തെ വാക്യം ഉള്ളത് ഇപ്പൊ വായിച്ചേ? 8. ഓക്കെ, അതിന്റെ 9 മുതൽ 10 വാക്യങ്ങൾ ആശിഷ് വായിച്ചാൽ
അവരോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ? ഫിലിപ്പോസിന്റെ ചോദ്യം എന്തായിരുന്നു? യേശുവേ, പിതാവിനെ ഒന്ന് കാണിച്ചു തന്നെ. യേശുവിന്റെ മറുപടി എന്താണ്? ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഫിലിപ്പോസേ, നിനക്കെന്നെ അറിയാൻ പറ്റുന്നില്ലേ ഞാൻ ആരാണ്? ഫിലിപ്പോസ് ഇങ്ങനെ കണ്ണും തള്ളി നിന്നതാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത്രയും കാലം യേശു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും പിതാവിനെ അറിഞ്ഞില്ലല്ലോ. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇവിടെ ഇരിക്കുന്നവർക്ക്, ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പിടികിട്ടിയോ എന്താ അതിന്റെ അർത്ഥം? ഓക്കെ, അടുത്ത വാക്യം വായിച്ചാട്ടെ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പിതാവിനെ അരൂപിയായ ദൈവത്തിന്റെ പൂർണ്ണ രൂപമാണത്വമാണ് ആര്? ഞാൻ. യേശു പറയുക, ഹല്ലേലൂയ, ഹല്ലേലൂയ. അരൂപിയായ ദൈവത്തിന്റെ പ്രതിമയാണ്, പ്രതിരൂപമാണ് യേശു കർത്താവെന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെളിപ്പെടാവുന്ന പരിമത്തിൽ, നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന തലത്തിൽ ദൈവം ഇറങ്ങി വന്നാൽ അത് ആരാന്ന് ചോദിച്ചാൽ അത് ഞാനാണ്. യേശു പറയുകയാണ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എന്താ? ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നിങ്ങൾ അറിയുന്നില്ലയോ സർവശക്തനായ പിതാവ് ആരാണെന്ന്? ഹല്ലേലൂയ. അവനെ കാണിച്ചു തരണമെന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് യേശുവപ്പ ഹല്ലേലൂയ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത്. യോഹന്നാൻ എന്ന ശിഷ്യൻ തന്റെ എഴുത്തുകളിലൂടെ സർവ്വ ജനത്തിനും ഈ സന്ദേശത്തെ പകരുകയാണ്. എന്താ അതിന്റെ ലക്ഷ്യം? എന്താ ലക്ഷ്യം? യേശു പ്രവാചകന്മാരുടെ പ്രവാചകനല്ല, ദൂതന്മാരുടെ ശ്രേഷ്ഠ ദൂതനല്ല, കെരൂബുകളിൽ ശ്രേഷ്ഠമായ കെരൂബല്ല, പകരം സാക്ഷാൽ വചനമായ ദൈവമെന്ന് യോഹന്നാൻ ഉറപ്പിക്കുക. ഓക്കേ, വായിച്ചാട്ടെ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് പറയാൻ ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ആ വൺനെസ് എന്ന് പറയുന്നത്. തൃത്വത്തിലേകത്വം അല്ലേ? മൂന്നാളത്വങ്ങളും ഒന്നായിരിക്കും പറഞ്ഞാൽ സാധാരണ ലോജിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന മന്ത്രമല്ല. യേശു പറയാണ് ഇങ്ങനെ ഒരുപാട് മിസ്റ്ററികൾ നിറഞ്ഞ ഒരു എഴുത്ത് ഏതിനകത്ത് കാണാൻ കഴിയും? ഈ യോഹന്നാന്റെ സുവിശേഷത്തെ കൊണ്ട് കാണാൻ കഴിയും. പിതാവ് എന്നിലും ഞാൻ പിതാവിന്റെ അകത്തുമാണ്. ഇത് ബുദ്ധി ഉൾക്കൊള്ളാൻ പറ്റുന്ന മന്ത്രമാണോ? ഞാനതൊന്നും സ്വന്തമായിട്ടല്ല, നിങ്ങളെ കാണുന്ന വ്യക്തിയല്ല സംസാരിക്കുന്നത്, എന്റെ അകത്തിരിക്കുന്ന പിതാവായി സംസാരിക്കുന്നത്. തന്റെ പ്രവൃത്തി ചെയ്യും. ഓക്കെ, അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് പ്രിയ രജിബർ വായിച്ചാലോ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. കേട്ടോ? ഹല്ലേലൂയ. യേശു ഭൂതങ്ങളെ പുറത്താക്കി, അന്ധകാര ശക്തിയെ അഴിച്ചു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. കുരുട്ടുകളെ തുറന്നു, പ്രവചിച്ച പ്രാമാണിക നിയമങ്ങളുടെ ഹല്ലേലൂയ അതിന്റെ വേര് അവൻ അറുത്തു. കർത്താവ് പറയും, ഞാൻ ചെയ്തത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, എന്റെ പ്രവൃത്തി അവർക്കും ചെയ്യാൻ പറ്റും. കാരണം ഞാനും അവരും ഒന്നായി മാറും. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുമേ. ബാക്കി വായിച്ചാട്ടെ. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു കൊണ്ട് കേട്ടോ, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ഒരു ആമീൻ പറഞ്ഞാട്ട് എത്ര പേര് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ അവരാൽ അസാധാരണമായ ചിലത് നടക്കാൻ പോവുകയാണ്. മടുത്തിരിക്കുന്ന ചില ശുശ്രൂഷകൾ ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. മടുപ്പ് ബാധിച്ച ശുശ്രൂഷകർക്കാണ് തലേ കൈയിൽ വെച്ചിരിക്കുന്ന ചില ശുശ്രൂഷകൾ എന്നെ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, നിന്നെ പൊക്കാൻ സംഘടനയില്ലായിരിക്കാം, നിന്നെ ഉയർത്താൻ പ്രസ്ഥാനങ്ങളില്ലായിരിക്കാം, പക്ഷേ യേശുവിനെ നീ വിശ്വസിച്ചാൽ, യേശു നീ ഒന്നായി മാറിയാൽ അസാധ്യ
ഒരാമയും പറഞ്ഞാണ്. അങ്ങനെ വല്ലവരൊക്കെ എഴുന്നേറ്റ് വല്ല സഭകളൊക്കെ എണ്ണിച്ചാൽ വിഷമമില്ലയോ? അനേകം കൂട്ടർ എഴുന്നേക്കട്ടെന്നേ. എന്റെ ഭാഷ പറഞ്ഞ മുക്കിന് എഴുന്നേക്കട്ടെന്നേ. പുതിയ ഓരോന്ന് എണ്ണിക്കുന്നു. ആർക്കായി ബുദ്ധിമുട്ട്? സ്ഥാപന ജംഗമ വസ്തുക്കൾക്ക് കേടുവരുമോ പേടിക്കുന്നവർക്കല്ലേ അതിനെ ചൊല്ലി ബുദ്ധിമുട്ടുള്ളൂ, അല്ലേ? എനിക്ക് കിട്ടുന്ന ആദായം കുറയുമെന്ന് ചിന്തിക്കുന്നവരെ എന്നെ ചൊല്ലി ഭാരമുള്ളൂ. എന്റെ മതം പറഞ്ഞ ശാപന അടഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്നവർക്കല്ലേ എന്നെ ചൊല്ലി പേടിയുള്ളൂ. സ്തോത്രം. ഒരാധികാരിക പഠനങ്ങൾ പോലും ഇല്ലാതിരുന്നവർ എഴുന്നേറ്റുന്ന ദൈവാത്മാവിൽ ശക്തിയോടെ ശുശ്രൂഷിച്ചപ്പോൾ ആ ശുശ്രൂഷയുടെ മുമ്പിൽ പല സാധാരണ വീര്യപ്രവർത്തികൾ നടന്നു. സ്തോത്രം. അതിൽ ആര് വിശ്വസിക്കുന്നു അവരുടെ കയ്യാൽ ഇതിലും ഈ ബൈബിൾ എഴുതിയതിലും വലുതായത് നടക്കും. വായിച്ചാട്ടെ. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അപേക്ഷിക്കുന്ന ആരുടെ നാമത്തിൽ എഴുതുന്നത്? അങ്ങനല്ലേ? എന്നിട്ട് എന്തേ ആ വാക്ക് വരാത്തത്? സ്തോത്രം. ചിലര് കൊണ്ടുവന്ന് അവസാനം ഒപ്പിക്കും, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവെ കേൾക്കണമേ. അവിടെ യേശു കേട്ടത് ആകുകൂടെ മണിക്കൂറുകൾ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ യേശു എന്നൊരു പദം കേട്ടില്ല. ഹല്ലേലൂയ. ചിലർ പ്രസംഗിക്കും യേശു എന്ന പദത്തിൽ എടുത്തുകൊണ്ട് നേരെ എങ്ങോട്ട് പോകും? നീയൊന്നും അങ്ങോട്ട് എത്തത്തില്ല, വാഗ്ദത്ത ദേശത്തോട്ട് എത്തത്തില്ല എന്ന് പറയുവാൻ, സ്വർഗം നിനക്കൊന്നും കണി കാണത്തില്ല എന്ന് പറയുവാൻ, ഞങ്ങൾ കുറച്ചു പേർക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്വർഗം, ഞങ്ങൾക്കാണ് എന്ന് അവകാശപ്പെടാനും നേരെ പഴയ നിയമത്തിന്റെ യഹൂദന്റെ ചുരുളുകളിലേക്ക് മടങ്ങിപ്പോകും. സുവിശേഷം പറയുന്നെങ്കിൽ അത് ക്ലിയർ ആയിട്ട് തന്നെ അങ്ങ് പറയുക. യേശുവിനെ മറച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും പ്രസംഗിക്കുന്നെങ്കിൽ അത് സുവിശേഷമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. Preach the good news. നല്ല വാർത്ത പ്രസംഗിക്കുക, പഠിപ്പിക്കുക. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ബാക്കി വായിച്ചാട്ടെ. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെ ഞാൻ ചെയ്തു തരുമെന്ന്. ഇപ്പോഴും സംശയമുണ്ടെങ്കിൽ അത് കർത്താവിനോടല്ല അപേക്ഷിച്ച്, അതുകൊണ്ടാ സംശയം. എനിക്ക് നല്ല വിശ്വാസമാണ്. എന്തോ വിശ്വാസം? എന്റെ അപ്പയുടെ സ്ഥാനത്ത് ഞാൻ വെച്ചിട്ടുള്ള വിഷയങ്ങൾക്ക് ആമീൻ 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 ഒരാമീൻ പറഞ്ഞാട്ട്. ബാക്കി വായിച്ചാട്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ. വളരെ വസ്തുതയാ. എനിക്ക് ഭയങ്കര സ്നേഹം. ചില ദേവദാസന്മാർ പറയുന്നത് എനിക്ക് സഭയെ ഭയങ്കര ഇഷ്ടമാണ്, ഈ സഭ ഭയങ്കര ഇഷ്ടമാണ്, ദൈവദാസനാണെങ്കിൽ അതിനും ഭയങ്കര ഇഷ്ടമാണ്, സൂക്ഷിച്ചോളാം, അങ്ങനെ വളരെ സൂക്ഷിച്ചോളാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ സ്നേഹിക്കുന്നതെന്ന് പറയുന്നതിലല്ല കാര്യം. സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ വെളിപ്പെടും, സംസാരങ്ങൾ വെളിപ്പെടും, കീഴ്വഴക്കം വെളിപ്പെടും. ഹല്ലേലൂയ. സബ്മിസീവ് ആകാനുള്ളൊരു കൃപ അങ്ങനെയുള്ള പകരപ്പെടും. ബാക്കി വായിച്ചാട്ടെ. എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ അപ്പയോട് പറയും. അപ്പൊ നിങ്ങൾക്ക് ഒരാളെ അയക്കാൻ പോവുക, ഞാൻ അങ്ങോട്ട് ചെന്നാ ഉടനെ നടക്കാമെന്ന് പറയാതാ അല്ലേ? യേശു ശിഷ്യന്മാരോട് പറയുക. ഇന്ന് ആ കാര്യസ്ഥനെ അറിയാൻ വയ്യാത്തതിന്റെ പ്രശ്നമാണ് മിക്ക വസ്തുതകളിലും കുഴഞ്ഞു പറഞ്ഞു പോകുന്നത്. അയ്യോ ചിലർക്ക് സാക്ഷ്യമേ ഇല്ല. കാരണം എന്താ? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അറിയത്തില്ല. അതാ കാര്യം. അല്ലെ, അവനെ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. ലോകം അവനെ കാണുകയോ അറിയുകയോ അറിയില്ല. ലോകപ്രകാരം ജീവിക്കുന്നവരും അവനെ അറിയത്തില്ല. നീ തിരുസഭയിൽ വന്നു അല്ലെങ്കിൽ ദൈവസഭയിലാണ് എന്നൊക്കെ പറഞ്ഞാലും നിന്റെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം ലോകത്തിൻ്റെതാണെങ്കിൽ നിനക്ക് ആരെ അറിയാൻ കഴിയത്തില്ല. ആ പരിശുദ്ധാത്മാവിനെ അറിയാൻ കഴിയത്തില്ല. കഴിയത്തില്ല. അവൻ
നിങ്ങൾ ഇരിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇഷ്ടമുള്ള വാക്യം നമ്മളിതൊക്കെ പറയുമ്പോൾ അല്ലേ? അത്ര നേരത്തെ ഉള്ളത്. എന്നാൽ അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സംഗ്രഹിച്ചാലുണ്ടല്ലോ, ഒരു മേഖലയെ ചൊല്ലി പേടി വരുത്തില്ല, ഒരു വിഷയത്തെ ചൊല്ലി ഭയം ഉണ്ടാകത്തില്ല. കാരണം എന്റെ അപ്പം വലിയൊരു പ്രോമിസാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഒരാമയും പറഞ്ഞാണ് ബാക്കി വായിച്ചാണ്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യേശുവിനെ പറയാം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ലോകം എന്നെ കാണുകയില്ല, ലോകം എന്നെ കാണത്തില്ല, എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ജീസസ് ഈസ് അലൈവ്. ഹി ഈസ് റിയൽ. ആണോ? നിങ്ങളുടെ ജീവിതത്തിൽ അതാണോ? അവൻ വാസ്തവമായി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിഷയങ്ങളോ പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങളവനെ കണ്ടോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അവന്റെ ശക്തി ഞങ്ങളുടെ വ്യാപരിക്കപ്പെടുന്നുണ്ടോ? തന്നെ നെഞ്ചത്ത് വെച്ച് പറയാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനാണെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ല. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും, ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും, ഞാൻ നിങ്ങളിലും അന്നറിയും. അത് ഭയങ്കര മിസ്റ്ററിയല്ലേ? എന്തൊരു തത്വമാണ്. അതിനെ എങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും, ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് ശരിയാവണ്ണം വേണമെങ്കിൽ തിയറിയൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെങ്കിൽ അപ്പാ പരിശുദ്ധാത്മാവേ എന്റെ മേൽ ഇറങ്ങി വരണേ അപ്പാ. തന്റെ കൊണ്ട് പ്രാർത്ഥിക്കാൻ നിന്റെ സ്ഥിതി അവൻ മാറ്റും. നിന്റെ സ്ഥിതി അവൻ മാറ്റും. അപ്പൊ തന്റെ ഇടത്തോട് പറയാൻ പറ്റും, ഇപ്പോൾ ഞാൻ അറിയുന്നു ഞാനും പരിശുദ്ധാത്മാവ് ഒന്നാണ്, ഞാനും യേശുവേ ഒന്നാണ്, യേശുവേ പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ ഇന്ന് ഞാനും യേശു ഒന്നാന്ന് പറയാനിടവരും. വായിച്ചാട്ടെ. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ചു, അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഓക്കെ, അത് അടുത്ത വാക്യല്ലേ? 21 വരെ മതി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് ഒരിക്കലും കർത്താവെ സ്തുതിച്ചാട്ടെ. ആ അധ്യായത്തിൽ 27 വാക്യം കൂടെ വായിച്ചു. വായിച്ചാട്ടാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ഇപ്പോൾ നെഞ്ചു കിടന്ന് പടപടാതെ ഇടിക്കുന്നുണ്ടെങ്കിൽ, എത്രയൊക്കെ നോക്കിട്ട് എന്തൊക്കെ നോക്കിട്ടും സന്തോഷത്തിന് ഒരു സ്കോപ്പ് ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ, എപ്പോൾ നോക്കിയാലും കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ അവസ്ഥയാണെങ്കിൽ ആരുടെ അടുത്താൽ മതി? ആരിൽ നിറഞ്ഞാൽ മതി? ആരുടെ ചേർന്നാൽ മതി? ഈ പറയുന്നത് യേശുവിനോട്. ചുമ്മാ അതര ചെപ്പന നടത്തിയത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എന്ന് പറയണം, എന്റെ അപ്പാ, I need you, Abba. I need your presence. നിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പീസ് എന്ന പദത്തിന് അതിന്റെ റൂട്ട് നോക്കിയാൽ ആ പദം ഷാലോം എന്ന പദത്തിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഷാലോം എന്ന പദത്തിന് ഒരർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? സമാധാനം. നമ്മൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. എവിടെയുള്ള സമാധാനം? ഏതൊക്കെ മേഖലയിലുള്ള സമാധാനം? എന്റെ ദേഹം, ആത്മാവ്
ഇത് മൂന്നിന്റെ മേലും ഈ സമാധാനമാണ് വാഴും. ചില പറഞ്ഞു കേട്ടില്ലേ, വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ അതിനെ ഓർത്തൊന്നും വലിയ ടെൻഷൻ. പക്ഷെ ആരോഗ്യ മണ്ഡലത്തിൽ ഞങ്ങൾ കിടാപ്പാട് എണ്ണിച്ച് നടക്കാൻ ഇരിക്കാൻ കിടക്കാം. അയ്യോ, അപ്പൊ ഇവിടെ ഇത് വന്നില്ല. ഏത് ശലോം വെളിപ്പെട്ടില്ല. കാരണം ശലോം വെളിപ്പെടണമെങ്കിൽ അത് ഏതൊക്കെ മണ്ഡലങ്ങൾ ഒരുപോലെ നടക്കണം? ദേഹം, ദേഹി, ആത്മാവ്. ഈ മൂന്ന് വസ്തുതകളുടെ മേലും ഒരുപോലെ ആത്മാവിന്റെ ചൈതന്യം ഇറങ്ങണം. ഒരു ആമീൻ പറഞ്ഞാണ്. ഇന്ന് കർത്താവിനെ ശക്തിയോട് സ്തുതിച്ചാണ്. ഒറ്റയടിക്ക് പറഞ്ഞ യേശുവിനെ അറിഞ്ഞോ പിന്നെ രോഗത്തെ അറിയത്തില്ലെന്നേ, യേശുവിനെ അറിഞ്ഞോ വേദന അറിയത്തില്ലെന്നേ. അവൻ കാരാഗ്രഹത്തിന്റെ അകത്ത് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടന്നാലും അവൻ അവിടെ കിടന്ന് അപ്പയെ സ്തുതിക്കും. ഹല്ലേലൂയ. ചങ്ങലകൾ പൊട്ടും, കയ്യാമങ്ങൾ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. ആരും തുറക്കും. നിനക്ക് വേണ്ടി ആത്മാവ് കാരാഗ്രഹത്തിന്റെ വാതിലിനെ തുറക്കും. സ്തോത്രം. അങ്ങനെയൊക്കെ വചനം വായിക്കുന്നത് അപ്പോസ്തലന്മാർ രാത്രിയുടെ മധ്യാഹ്നത്ത്, ഇരുട്ടിന്റെ മധ്യത്തിൽ എവിടെ ആയിരിക്കുന്നത്? ചിലരെ വിളിച്ചു പറയും, ഇരുട്ടിന്റെ നടുക്കം. അതിന്റെ നടുക്ക് മറുപടി കഴിവുള്ളവനെ പറ്റി ഞാൻ ഈ പറയുന്നത് കേട്ടോ. ജയില് മറയും വിട്ടേ, ഇഷ്ടമുള്ളൊരു ടേ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടേ. നിങ്ങൾ യാത്ര ചെയ്യുന്ന വഞ്ചി ഇപ്പൊ മുങ്ങും. എന്റെ ബോട്ട് ഇങ്ങനെ നാടിക്കും. കരയ്ക്കാണോ വെള്ളത്തിലാണോ എന്ന് അറിയാൻ വയ്യ. ഒരു വിധത്തിൽ ചില വിശ്വാസികൾ പറയാൻ വാക്കാം, ഒരു വിധത്തിൽ അങ്ങ് പോകുന്നുള്ളതേ ഉള്ളൂ. അവിടെ വെച്ച് നിർത്തിക്കോ നിന്റെ പ്രാർത്ഥന, അവിടെ വെച്ച് നിർത്തിക്കോ നിന്റെ ശുശ്രൂഷ. മുട്ടുമടക്ക്, അപ്പയുടെ സന്നിധിയിൽ മുട്ടുമടക്ക്. അപ്പാ, വചനം തരുന്ന വാഗ്ദത്തം അതിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട മധ്യാകത്തുള്ള അപ്പ, അതിന്റെ വിരോധമായി ദുഷ്ടം കൊണ്ടിരുന്ന സകല ശക്തികളെ എന്റെ യേശുവിന്റെ നാമത്തിൽ ഇതാ ഞാൻ വത്സിക്കുകയാണ്. നിന്റെ ദേഹം, ദേഹി, മൂന്നും ഒരുപോലെ സ്വസ്ഥമായിരിക്കുക. ഇസ്രായേലിൽ കാണുമ്പോൾ പറയുന്ന ഒരു ഭാഷയാണ്, എന്താണെന്നറിയാവോ? ശലോം. സമാധാനമില്ല. വെടിയുടെയും കണ്ണുനീരിന്റെയും വിലാപത്തിന്റെയും സംഘർഷങ്ങളുടെ നടുവിൽ നിന്ന് യഹൂദ പരസ്പരം ഒരു ചടങ്ങ് പോലെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുന്ന ഒരു വാക്ക് ശലോം. ചുറ്റും നോക്കാം, വല്ല മിസൈൽ വല്ലതും വരുന്നുണ്ടോ? വല്ല വെടിയുണ്ട വല്ലതും വരുന്നുണ്ടോ? ഇവിടുന്ന് ഏറെ വല്ലതും വരുന്നുണ്ടോ? സ്തോത്രം. ശത്രുവിനെ എങ്ങനെ ഒതുക്കാമെന്നോർത്ത് ആയുധപ്പുരകളിൽ ആയുധങ്ങൾ തിക്കി നിറച്ചു കൂട്ടുമ്പോൾ അവർ വിളിച്ചു പറയുന്നു ശലോം. എന്നാൽ ഒരു ക്രിസ്തുവിനെ അറിഞ്ഞവൻ അർത്ഥത്തിലല്ല വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അവനെല്ലാ മേഖലയിലും അവന്റെ ഭൗതിക മണ്ഡലവും ആത്മീയ മണ്ഡലവും ഒരുപോലെ സ്വസ്ഥമായിരിക്കും. ഇന്ന് ഇത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഉപവാസത്തിലായിരിക്കുകയാണ്. 21 ദിവസം തീരുമ്പോൾ അക്കമിട്ട് പറയുന്ന വേണ്ട, അതിനു മുന്നമേ ഏറ്റെടുക്കുന്ന നിമിഷം നിങ്ങളായിരിക്കുന്ന ഭവനത്തിനകത്ത് ചിലത് നടക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മണ്ഡലങ്ങളിൽ ചിലത് നടക്കാൻ പോവുകയാണ്. പുഷ്ടം കെട്ടിയ അമിക്കയറുകളെ പൊട്ടിച്ചു കളയുന്ന, കത്തിച്ചു കളയുന്ന ദൈവ കൃപയുടെ വ്യാപാരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ അപ്പാ, അങ്ങയുടെ സന്ദേശം പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.